നമസ്കാരം. ശ്രീരംഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ദൈവാധീനവും ഭാഗ്യവും അനുകൂലത്തിൽ വരാൻ പോകുന്നു 9 നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം മുതൽ. വളരെയധികം ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ധാരാളം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു മാസം കൂടിയാണ് നാളെ തുടക്കമാകുന്നത്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിനമാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്താൻ മറക്കാതിരിക്കുക. കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് ദേവിയുടെ പ്രീതി നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വളരെയധികം ഭാഗ്യം തുടങ്ങുകയാണ് 9 നക്ഷത്രക്കാർക്ക്. വലിയ നേട്ടങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഈ 9 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മാസം കൂടിയായിരിക്കും 2025 ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. വിദ്യാവിജയമുണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരു പരിധിവരെ കടങ്ങളെയൊക്കെ ഒഴിക്കാനുള്ള ധനവും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. കൂടാതെ ദേവി പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഫലം നൽകുന്ന ഒരു സമയത്തിലേക്കാണ് നാളത്തോടുകൂടി നിങ്ങൾ ചുവടുവയ്ക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം വളരെയധികം ഭാഗ്യമായിട്ടാണ് ഈ ഓഗസ്റ്റ് മാസം 9 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസം മുതൽ ഭാഗ്യം തുടങ്ങുന്ന 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടത്തിൻ്റെ സമയം തുടങ്ങുകയാണ് നാളെ ഓഗസ്റ്റ് 1 മുതൽ. വളരെയധികം ശാന്തശീലരായ കൂട്ടർ ഒരുപാട് മാനസിക വ്യതകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ചില പ്രശ്നങ്ങൾ, സ്ട്രെസ്സൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ 5 പൈസ ഇല്ലാത്ത അവസ്ഥ. ചോദ്യ നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാനും സാധിക്കും. അത്രത്തോളം ബുദ്ധിമുട്ടായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങുന്ന, അതായത് ഓഗസ്റ്റ് മാസം, ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതാണ്. വിദ്യാവിജയം ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം ധനനേട്ടമുണ്ടാകും. ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടാനുള്ള ചില തുകകൾ, തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനും ഈ ഓഗസ്റ്റ് മാസം അതിന് കാരണമാകും. അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം നിങ്ങളെ സഹായിക്കും. സമ്പത്ത് വന്നു ചേരും. സമൃദ്ധി ഉണ്ടാകും. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരുപാട് മാനസികമായ വിഷമങ്ങൾ, മാനസിക ടെൻഷനുകൾ അനുഭവിച്ച നിങ്ങൾക്ക് ആ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാളെ മുതൽ തുടങ്ങുന്ന, അതായത് നാളെ ആരംഭമാകുന്ന ഓഗസ്റ്റ് മാസം വളരെയധികം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു മാസം കൂടിയായിരിക്കും. ഉത്രം നക്ഷത്രക്കാർക്കും ഓഗസ്റ്റ് 1 മുതൽ വളരെയധികം ഭാഗ്യം, സമയം തെളിയുന്ന ദിനങ്ങളാണ്. ഓഗസ്റ്റ് മാസം ധനനേട്ടമുണ്ടാകുന്ന സമയമാണ്. ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ശാരീരിക വ്യതകളൊക്കെയും ഒഴിയുന്ന ഒരു മാസം തന്നെയായിരിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ, ഓവർ ടെൻഷനുകൾ, അത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടതാകാം. ചില മാനസികമായ ഒരുപാട് വ്യതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഉത്തരം നക്ഷത്രക്കാരായ ആളുകളാണെങ്കിലും ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നത് മുന്നേ തന്നെ വിദേശ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സന്തോഷകരമായ ധാരാളം വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യവും ഈ ഓഗസ്റ്റ് മാസം നിങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. മകം നക്ഷത്രക്കാർക്കും നാളെ മുതൽ വളരെയധികം ഭാഗ്യം തുടങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ വളരെയധികം ഭാഗ്യങ്ങൾ തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ഒരാൾ തന്നെയാണ് മകം നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം സാമ്പത്തികമായ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു മാറ്റമൊക്കെ. അപ്പോൾ അതിൻ്റെ ഫലമായി ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി സ്ത്രീകളായ മകം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ്. അംഗീകാരങ്ങൾ തേടിയെത്തുന്നതാണ്. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രമിക്കുവാനും അതിനെ അംഗീകരിക്കാനുമുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ഒരുപാട് തഴയപ്പെട്ടിട്ടുണ്ട്, കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു സമയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാളെ മുതൽ തുടങ്ങുന്ന ഒരു ഓഗസ്റ്റ് മാസം ഒരുപാട് റിലീഫിൻ്റെ സമയമാണ്. മാനസികമായ ടെൻഷനുകൾ ഒരുപാട് ഒഴിയുന്ന, അല്ലെങ്കിൽ ധനമില്ല എന്നുള്ള ആ ഒരു ചിന്ത മാറുന്ന, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനങ്ങളൊക്കെ വന്നു ചേരുന്ന, വളരെയധികം റിലാക്സ് ആകാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്ന ഓഗസ്റ്റ് മാസം.
ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ തുടങ്ങുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. ഏറ്റവും ഗുണകരമായ സമയമെന്ന് 2025 ഏറ്റവും ഗുണകരമായ സമയമെന്ന് ഓഗസ്റ്റ് മാസത്തിനെ വിശേഷിപ്പിക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം, ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. വളരെയധികം ഭാഗ്യം അനുഭവത്തിൽ വരുന്നതാണ്. സുബ്രഹ്മണ്യ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. സർപ്പപ്രീതി വരുത്താനും ശ്രമിക്കുക. സർപ്പങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളാൽ യാതൊരുവിധ ഹാനിയും വരുന്നില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. അതായത് അവരെ ഉപദ്രവിക്കാനോ ഒന്നും വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിലും അതിൻ്റെ മുകളിലേക്ക് വാഹനങ്ങൾ കയറ്റി റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും, അത് ഒരു നക്ഷത്രക്കാരും സർപ്പങ്ങൾക്ക് ഹാനികരമായ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രക്കാരും. നിങ്ങൾ അവരുടെ പ്രീതി ലഭിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അടിക്കടി നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളിലേക്കുമാണ് അതിൻ്റെ ഉയർച്ച വന്നു ചേരുന്നത്. ഏതാളുകളും, ഏത് നക്ഷത്രക്കാരാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും സർപ്പങ്ങൾക്ക് ഹാനി വരുന്ന ഒരു പ്രവൃത്തി ചെയ്യരുത്. സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ 7 തലമുറകൾക്കും അതിൻ്റേതായ ഗുണഫലങ്ങൾ വന്നു ചേരും. എന്നാൽ അവർക്ക് ഹാനി വരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതുഗൃഹ യോഗം, പുതുഗൃഹവാസം ഒക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ പാലുകാച്ചിൻ്റെയൊക്കെ ഒരു സമയമാകുന്നുണ്ട്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ അത് ഗൃഹത്തിൽ കയറി താമസിക്കാനുള്ള ഭാഗ്യം വരുന്നുണ്ട്. കൂടാതെ ഒരു വീടൊന്നും പണിയാൻ നിങ്ങളുടെ ഇപ്പോൾ ധനമില്ലാതിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ വീട്ടിൽ ചെയ്യേണ്ടതായ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. വളരെയധികം ഐശ്വര്യം വന്നു ചേരുന്ന സമയമായതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളായ വീടുപണി എന്ന ആ ഒരു സ്വപ്നമൊക്കെ പൂവണിയുന്ന ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം. സമൃദ്ധിയുടെ കാലമാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ഗണപതി പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തടസ്സങ്ങളൊക്കെ മാറി, വിഘ്നങ്ങളൊക്കെ മാറുന്നതിന് ഗണപതി ഭഗവാന്റെ പ്രീതി നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. പുണർദം നക്ഷത്രക്കാർക്കും സമയദോഷം അകലുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി നിങ്ങളുടെ സമയദോഷങ്ങളൊക്കെ അകന്നു മാറി നാളെ ഓഗസ്റ്റ് 1 മുതൽ വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നഷ്ടങ്ങളൊക്കെയും ഒഴിഞ്ഞ് ലാഭത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. നാളെ മുതൽ ഉദ്യോഗ ലബ്ധിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുണർ നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളെ മുതൽ തുടങ്ങുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഒരു പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹ യോഗം വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക. അമ്മ മഹാമായ, അമ്മ പരാശക്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതിന് അമ്മയെ നല്ല രീതിയിൽ മുറുകെ പിടിച്ചുകൊള്ളുക. വഴിപാടുകൾ സമർപ്പിക്കുക. കുടുംബക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ തന്നെ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഇരട്ടി ഫലവും ഇരട്ടി നേട്ടവുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം. പുരുരുട്ട നക്ഷത്രക്കാർക്കും ദുരിതങ്ങളൊക്കെ അകലുന്ന ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. വളരെയധികം നേട്ടം, ഐശ്വര്യം, ആഗ്രഹ പൂർത്തീകരണമൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരും. ശാരീരികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും മാറുന്ന, എല്ലാവിധ ദുരിതങ്ങളും മാറി മഹാഭാഗ്യം, ഐശ്വര്യം ധാരാളമായി വന്നെത്തുന്ന സമയം കൂടിയായിരിക്കും നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങുന്ന ഓഗസ്റ്റ് മാസം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി ഭാഗ്യത്തിൻ്റെ മാസമാണ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളും ദേവീക്ഷേത്ര ദർശനം നടത്തുക. പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. മക്കൾ നിമിത്തം ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനും മക്കൾ നിമിത്തം സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഭാഗ്യം വളരെയധികം ലഭ്യമാകുന്ന ഒരു മാസം കൂടിയായിരിക്കും. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനവുമായിട്ടാണ് ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായി പോകുന്നത്. രേവതി നക്ഷത്രക്കാർക്കും ഓഗസ്റ്റ് 1 മുതൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ധനനേട്ടം ഉണ്ടാകുന്നുണ്ട്. പുതിയ വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം തെളിയുന്നുണ്ട്. പുതുവാഹനമാകാം, അല്ലെങ്കിൽ വാഹനം ഒന്ന് മാറ്റി വാങ്ങാൻ, ഇപ്പോൾ നിലവിൽ വാഹനം ഉള്ളവരാണെങ്കിലും അതൊന്ന് മാറ്റി വാങ്ങാനൊക്കെയുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ബന്ധു സമാഗമം, അകന്നു നിന്ന ബന്ധുക്കളാകട്ടെ അവർ അകൽച്ചയൊക്കെ മാറ്റി വീണ്ടും ഗൃഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. സഹോദര ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന മാസം തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുക, അത് എപ്പോഴും ഓർത്തു വയ്ക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ആഗസ്റ്റ് മാസം. സന്തോഷം നിറഞ്ഞ ഒരു മാസം തന്നെയാണ്. വളരെയധികം ഭാഗ്യത്തിൻ്റെ ഒരു മാസം നാളെ മുതൽ തുടങ്ങുകയാണ്. നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതിക്കായി കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ
പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഗൃഹത്തിലിരുന്നായാലും സുബ്രഹ്മണ്യ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നതും വളരെയധികം ഭാഗ്യം നൽകും. ഗൃഹത്തിലിരുന്ന് ചെയ്യുമ്പോൾ ആ ഗൃഹത്തിന് മൊത്തത്തിലായിരിക്കും ഒരു പോസിറ്റീവ് എനർജിയും അതുവഴി ലഭിക്കുന്നത്. നല്ല ഒരു സമയം, നല്ല ഒരു മാസം കൂടിയാണ് ഇവിടെ ആരംഭമാകുന്നത്. അപ്പോൾ ഇത് 9 നക്ഷത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ദോഷമാണ് എന്നല്ല, എങ്കിലും ഭാഗ്യത്തിൻ്റെ ഒരു ആധിക്യം എപ്പോഴും എല്ലാ സമയങ്ങളിലും ഗ്രഹമാറ്റം നടക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ഓരോ മാസം കടന്നു വരുമ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് മാസത്തിൽ ഭാഗ്യം വളരെയധികം കടാക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ വളരെയധികം ഒരു മാറ്റം ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് ഈ 9 നക്ഷത്രക്കാർക്കാണെന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.